നമസ്കാരം. ഇന്നത്തെ ദിവസം ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു ഇടിവുണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് HDFC ബാങ്ക് ഒക്കെ 3% മുകളിൽ, സ്റ്റേറ്റ് ബാങ്ക് ഒക്കെ ഒരു 4% മുകളിലൊക്കെ ഇടിവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ട്രേഡിങ്ങിൽ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുട്ട് ഓപ്ഷൻ ആയിരുന്നു, ഒറ്റ ട്രേഡ് ആയിരുന്നു. അപ്പോൾ ഇത്രയും ദിവസം ട്രേഡ് ചെയ്തു. അതായത് ഏകദേശം ഈ മാസം 13 ദിവസങ്ങൾ ട്രേഡ് ചെയ്തിട്ടുണ്ട്. 13 ദിവസം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ക്യാപിറ്റൽ എത്രയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതേ രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് 100% പ്രോഫിറ്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്സ് എന്ന് വെച്ചാൽ സിമ്പിൾ ടെക്നിക്സ് ആണ്. നല്ല രീതിയിൽ റിസ്ക് റിവാർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് 12 രൂപയ്ക്കാണ് സ്റ്റോപ്പ് ലോസ് എങ്കിൽ ടാർഗറ്റ് 40 രൂപയായി. അപ്പോൾ ഇന്നത്തെ ദിവസം ഭയങ്കര ഒരു നിരാശ തോന്നിയ ഒരു സംഭവം എന്ന് വെച്ചാൽ 206 നമുക്ക് ടാർഗറ്റ് വേണ്ടിയിരുന്നത്. 166 എന്നായിരുന്നു എൻട്രി. അപ്പോൾ 208 സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ടെന്ന കാര്യം നമുക്കറിയാം. പക്ഷേ അത് റെസിസ്റ്റൻസ് ടച്ച് ചെയ്ത് റിവേഴ്സ് അടിച്ച് 186 വന്നു. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് ഏകദേശം അത് എത്തിയത് 1000 മുകളിലൊക്കെയാണ് എത്തിയത്. അത്രയും പോയിന്റ് പ്രോഫിറ്റ് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ ചിന്തിക്കും, അത്രയും പോയിന്റ് കിട്ടിയല്ലോ, മണ്ടന്മാർ ഒന്നും എടുത്തില്ലല്ലോ എന്ന് ചിന്തിക്കും. പക്ഷേ അത് ആലോചിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എപ്പോഴും മിനിമം ഒരു ടാർഗറ്റ് തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ചില ദിവസങ്ങളിലൊക്കെ ഫാസ്റ്റായിട്ട്, ചില ദിവസങ്ങളിൽ ഇപ്പോൾ ഒരു 206 നമ്മുടെ ടാർഗറ്റ്, ചില ദിവസം 206 ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ 224, 230 ഒക്കെ വരും. അപ്പോഴും നമ്മൾ 206 ബുക്ക് ചെയ്ത് വെക്കുക. ആ ദിവസങ്ങളിൽ ചിലപ്പം നല്ലൊരു പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ട്രേഡിങ്ങിൽ കണ്ടിന്യൂസ് ആയി സ്ഥിരമായി ഒരു പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രേഡിങ്ങിൽ നല്ല സക്സസ് ആയിരിക്കും. ഇപ്പോൾ പല ആൾക്കാരും ഏതെങ്കിലും ഒരു ദിവസം മാത്രം ട്രേഡ് ചെയ്ത് സക്സസ് ആക്കിയിട്ട് ബാക്കി 30 ദിവസം ട്രേഡിങ്ങിൽ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ലോസ് ആക്കുന്ന ആൾക്കാരാണ് അധികവും മാർക്കറ്റിലുള്ളത്. സ്ഥിരമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാർ, ഒരു പെർസെൻറ്റേജ് എടുക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും നിരാശ ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ വേറൊരു മെത്തേഡോടി പറഞ്ഞിരുന്നു, കോമ്പൗണ്ട് ആയിട്ട് ചെയ്യുന്ന രീതി. അതായത് നല്ല രീതിയിൽ ക്യാപിറ്റൽ ഉള്ള ആൾക്കാർക്കാണ് ആ രീതി കൂടെ, അത്യാവശ്യം 2-3 മാസം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ആ മെത്തേഡ് കൂടെ നമുക്ക് പരീക്ഷിച്ച് നോക്കാം. ആദ്യം പരീക്ഷിക്കുന്നതിന് മുന്നൊക്കെ ഇതെങ്ങനെയാണ് ഫാസ്റ്റായിട്ട് എക്സിക്യൂഷൻ ചെയ്യാം, അതായത് എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ള കാര്യമൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഡെസ്ക് മുഖാന്തരം കണക്ട് ചെയ്ത് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാതെ സ്വന്തമായിട്ട് നമ്മൾ ഗ്രൂപ്പിൽ നോക്കിയിട്ട് ഓർഡർ ഇടുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. വളരെ ഫാസ്റ്റായിട്ട് ഓർഡർ ഇടാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ. ഏത് ബ്രോക്കറായാലും, അതായത് ഇപ്പോൾ ആലിസ് ബ്ലൂ ആയാലും, അപ്പ് സ്റ്റോക്സ് ആയാലും, സൊറോദ ആയാലും, ചോയ്സ് ബ്രോക്കിംഗ് ആയാലും നമുക്ക് ഫാസ്റ്റായിട്ട് നമുക്ക് ഓർഡർ ഇടാൻ പറ്റും. നമ്മൾ ചില സമയത്ത് നമ്മളിന്ന് ഗ്രൂപ്പിൽ കൊടുക്കുന്ന സമയത്ത് ഇതൊക്കെ ടൈപ്പ് ചെയ്ത് ഏതാണ് 46-200 പുട്ട് ഓപ്ഷൻ, ആ 46-200 പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്ന സമയത്ത് അതൊക്കെ ടൈപ്പ് ചെയ്ത്, അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ, ചിലപ്പോൾ കോൾ ഓപ്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ ആയിരിക്കും, 2 വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ തന്നു. അപ്പോൾ ഏതാണ് പെട്ടെന്ന് വരുന്നത് അത് കൊടുക്കുന്ന സമയത്ത് ടൈപ്പ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം. 2 മിനിറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ ട്രിഗർ പ്രൈസ്, ബൈ പ്രൈസ് വേണ്ടത് അത് മാത്രം കൊടുത്തിട്ട് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. ബ്രാക്കറ്റ് ഓർഡർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും കൊടുത്തിട്ട് ബ്രാക്കറ്റ് ഓർഡർ യൂസ് ചെയ്യും, അങ്ങനെയും ട്രേഡ് ചെയ്യാം. ബ്രാക്കറ്റ് ഓർഡർ ഇപ്പം ബ്രോക്കർമാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ബ്രോക്കർമാരും, എല്ലാ സറോദ പോലത്തെ ബ്രോക്കർമാരും ബ്രാക്കറ്റ് ഓർഡർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ആലിസ് ബ്ലൂവിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫയേഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ചോയ്സ് ബ്രോക്കിങ്ങിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ബ്രാക്കറ്റ് ഓർഡറിനെ കുറച്ചും കൂടി സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഇട്ട് വെക്കേണ്ട ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം ആവശ്യമുള്ള ആൾക്കാർക്ക്. അപ്പോൾ അത്രയാണ് കാര്യങ്ങൾ. കാരണം ഒരു ദിവസം ഗംഭീര പ്രോഫിറ്റ് എല്ലാവർക്കും കിട്ടി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് 40 പോയിന്റിലേക്ക് മാത്രമേ കിട്ടിയുള്ളൂ എന്ന് വിചാരിച്ച് നിരാശപ്പെടാൻ പാടില്ല. നമ്മുടെ ദിവസങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് ഏതായാലും വേറെയുള്ള ട്രേഡേഴ്സിനെയൊക്കെ അപേക്ഷിച്ച് ഈ മാസം ക്യാപിറ്റൽ നല്ലൊരു പ്രോഫിറ്റാണ് ഉള്ളത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോഫിറ്റ് ദിനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലോസ് ഇല്ല എന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിക്കുക. ട്രേഡിങ്ങിൽ ലോസ് ഉണ്ടാകാൻ പാടില്ല. ഇതേ രീതിയിൽ തന്നെ പോയാൽ മതി. അപ്പോൾ ആർക്കെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട്, ഗ്രൂപ്പിൽ മാത്രം ജോയിൻ ചെയ്താൽ പോരാ, നമ്മൾ നെറ്റ് ഡെസ്കിൽ കോൺടാക്ട് ചെയ്ത് എങ്ങനെയാണ് ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്യുക, ഇതിൻ്റെ മെത്തേഡൊക്കെ എങ്ങനെയാണെന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് എന്നോട് ട്രേഡ് ചെയ്യണം. അല്ലാതെ ഗ്രൂപ്പിൽ നോക്കിയിട്ട് നമ്മൾ എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ട് കൊടുക്കുന്ന ഗ്രൂപ്പാണ്, അത് നോക്കിയിട്ട് കോൾ കൊടുത്തിട്ട് പുട്ട് കൊടുത്തിട്ടെന്ന് പറഞ്ഞിട്ട് അത് പോയിട്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമുണ്ടാകും. അപ്പോൾ ആദ്യം ഇത് എങ്ങനെയാണ് വർക്കൗട്ട് ആകുന്നത് നമ്മളായിട്ട് ഡെസ്ക് കണക്ട് ചെയ്യുക, സംശയങ്ങൾ ചോദിക്കുക. എന്നിട്ട് കുറച്ച് ദിവസം നമ്മൾ ഈ മാസമൊക്കെ കൊടുത്ത് അത് ചാർട്ട് വെച്ചിട്ടൊന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. ചില ദിവസങ്ങളിലൊക്കെ ഗംഭീര പ്രോഫിറ്റ് ഉണ്ടായിട്ട്, പക്ഷേ നമ്മൾ മിനിമം 40 പോയിന്റ് മാത്രമാണ് നമ്മൾ ആ രീതിയിൽ മാത്രമാണ് നമ്മൾ എക്സൽ ഷീറ്റിൽ കൊടുക്കുന്നത്. അതിൽ
അപ്പോൾ മിനിമം പ്രോഫിറ്റ് മതി. മിനിമം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഗംഭീരമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ